കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ ഫയർബേസ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത് സെറ്റപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എങ്ങനെ ഇത് ഓട്ടോമേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിലവിലിവിടെ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഫയർബേസ് വഴി. ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് ഗിറ്റ് ഹബിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട്, അതായത് ഗിറ്റ് ഹബിൽ തന്നെ, അതായത് നമ്മുടെ മൊബൈലിലോ അതായത് ക്ലൗഡിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ അപ്ഡേറ്റ്സ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഗിറ്റ് ഹബിലേക്ക് ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്ത് കമാൻഡ് അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് വെബ്സൈറ്റിൽ തന്നെ, അതായത് ഗിറ്റ് ഹബിൽ തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താം. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിമോട്ടായിട്ടും അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ചേഞ്ചസ് വരുത്താം എന്നുള്ളൊരു ഓപ്ഷനാണ് ഗിറ്റ് ഹബ് വഴി ഓട്ടോമേറ്റ് ചെയ്യുന്ന വഴി വരുന്നത്. അപ്പോൾ അതിനാദ്യമേ നമുക്ക് ഈ ഗിറ്റ് ഹബിൽ നമ്മളിവിടെ റെപ്പോസിറ്ററി കഴിഞ്ഞത്തെ വീഡിയോയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് ഗിറ്റ് ഹബിൻ്റെ ഈ റെപ്പോസിറ്ററിയിലേക്ക്, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ ഈ ചെയ്ത HTML ഫയലും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് JSON ഫയൽ കോൺഫിഗറേഷൻസും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇവിടെ ചെയ്ത ഈ HTML ഫയലും കോൺഫിഗറേഷൻസും എല്ലാം നമ്മൾ ഈ റെപ്പോസിറ്ററിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ പോയിൻറ്റ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട, ഇവിടെ ഓൾറെഡി ഒരു കമാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എക്കോ വെബ്സൈറ്റ് readme.md അങ്ങനെ കുറേ കമാൻഡ്സ് നമ്മൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ കമാൻഡ്സ് നമ്മളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡൗൺലോഡ് URL ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഈ git-scm ഡൗൺലോഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഗൂഗിളിൽ വന്നിട്ട് ഗിറ്റ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് ഗിറ്റ് ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ഓർ ഗിറ്റ് ഇൻസ്റ്റാളേഷൻ സെർച്ച് ചെയ്താൽ മതി. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ വിൻഡോസ് ആണോ ലിനക്സ് ആണോ മാക് ആണോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഈ റെപ്പോസിറ്ററിയിലുള്ള ഈ കമാൻഡ്സിലേക്ക് വരാം. ഈ കമാൻഡ്സ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, കമാൻഡ് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെയല്ല, HTML ഫയലിലേക്കായി പോയി നമുക്കിത് ഇവിടെ പേസ്റ്റ് ചെയ്യാം, എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പം നിലവിൽ നമ്മൾ ഗിറ്റ് ഹബ്ബുമായിട്ട് നമ്മുടെ സിസ്റ്റം ലോഗിൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഫയർബേസും ഗിറ്റ് ഹബ്ബും തമ്മിൽ കണക്ഷൻ ഉണ്ട്, പക്ഷേ സിസ്റ്റമായിട്ട് ലോഗിൻ ആയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. അതിൽ ഓപ്ഷൻസ് ഒന്നെങ്കിൽ ബ്രൗസർ വഴി ലോഗിൻ ചെയ്യാം. ഇതാണ് ഏറ്റവും എളുപ്പം. ജസ്റ്റ് സൈൻ ഇൻ വിത്ത് ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കൂട്ട് തന്നെ നമ്മൾ ലോഗിൻ ഇതിലേക്ക് വരും. ഓതറൈസ് ഗിറ്റ് ക്രെഡൻഷ്യൽസ് മാനേജർ, അപ്പം ഓതറൈസ്ഡ് ഗിറ്റൊക്കെ അത് ഓതറൈസ് കൊടുക്കുക. ഓതറൈസേഷൻ സക്സസ്ഫുള്ളായി. ജസ്റ്റ് ലോഗിൻ, നേരത്തെ ലോഗിൻ ചെയ്ത പോലെ തന്നെ ഫയർബേസ് ലോഗിൻ ചെയ്ത പോലെ തന്നെ ഇത് ലോഗിനായി. അപ്പോൾ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാഞ്ച്, അതായത് നമ്മൾ ഈ സോഴ്സ് കോഡിൽ റീഡ്മി മാത്രമേ ആഡ് ചെയ്തിരുന്നുള്ളൂ. അതായത് ഈ കമാൻഡ്സിൽ റീഡ്മി മാത്രമേ അവർ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് പുഷായി. അതായത് നമ്മളിപ്പോൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കമാൻഡ്സ് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് readme.md മാത്രം ആഡ് ചെയ്തിട്ട് ഒരു കമ്മിറ്റ് അടിച്ച്, ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ഒരു പുഷ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്കിനി ഈ റെപ്പോസിറ്ററിൽ ഒന്ന് നോക്കാം എന്ത് ചേഞ്ച് അവിടെ വന്നെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഒരു readme.md, അതിനകത്തേക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് മാത്രം. ഈ ഒരു ഫയൽ മാത്രമേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി ഈ ഫയൽസ് എല്ലാം, നമ്മളിവിടെയുള്ള എല്ലാ ഫയൽസും ആ റെപ്പോസിറ്ററിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമാൻഡ്സ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഗിറ്റ് ആഡ് എല്ലാ ഫയൽസും വേണം. ഓക്കെ, ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കാം. അപ്പം ഉള്ള എല്ലാ ഫയൽസും നമ്മൾ ആഡായിട്ടുണ്ടാവും. ഈ ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും നമ്മൾ ആഡായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ കമ്മിറ്റ്. ഓക്കെ, ഫസ്റ്റ് കമ്മിറ്റ് എന്നാണ് മെസ്സേജ് കൊടുത്തിരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് തന്നെ കോപ്പി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കമ്മിറ്റ് ആഡ് ഓൾ ഫയൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അത് ചെയ്തപ്പോൾ നമ്മളുടെ ഓൾറെഡി ഉള്ള എല്ലാ ഫയൽസും ആഡ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്തുള്ള എല്ലാ ഫയൽസും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ഇത് ഓൾറെഡി ഒരു തവണ ചെയ്താൽ മാത്രം മതി. മെയിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാണ്. ഈ റെപ്പോസിറ്ററിക്കകത്ത് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ റിമോട്ട് ആഡ് ചെയ്ത് അതും നമുക്ക് ഒരു തവണ ചെയ്യാൻ മതി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഗിറ്റ് പുഷ് ഒറിജിനിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, പുഷ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത ചേഞ്ചസ് പുഷായിട്ടുണ്ട്. നമുക്ക് വീണ്ടും റെപ്പോസിറ്ററിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫയൽസ് കൂടി വന്ന് കാണാം. ഈ ഫയൽസ് വന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു മഞ്ഞ പെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഈ മേളിൽ ഗിറ്റ് ഹബ് കോഡ്സിൽ ആക്ഷൻസിൽ വരുമ്പോൾ ആക്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആഡിങ് ഓൾ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. ആക്ച്വലി ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചേഞ്ചസ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ പുഷ് ചെയ്തതിൻ്റെ കൂടെ ഇത് ഫയർബേസിലേക്ക് കൂടി ഡിപ്ലോയ് ആവുന്നുണ്ട്. അതായത് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്ത് പുഷ് ചെയ്താലും ഫയർബേസിലേക്ക് ഡിപ്ലോയ് ആവുന്നുണ്ട്. ആ ഡിപ്ലോയ്മെൻറ്റിൻ്റെ സ്റ്റേജാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഫയർബേസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടിരുന്നതെല്ലാം ഈ ഒരു
ഈ ഒരു VS കോഡ് എന്ന് പറഞ്ഞ ടൂൾ വഴിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. തൽക്കാലം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു, ഇത് ഓഫ് ചെയ്യുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു. എനിക്ക് VS കോഡിലേക്ക് ഇനി ആക്സസ് ഇല്ല. ഞാൻ അത് ആക്സസ് ഇല്ല, കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിൽ നിന്നോ ഇത് സൈറ്റിൽ ചേഞ്ചസ് വരുത്തണം. ഇപ്പം നമ്മളുടെ സൈറ്റ് ഇങ്ങനെയാണുള്ളത്. ഈ സൈറ്റിൽ ജിൻഫോടെക് 2025 എന്നുള്ളത് എനിക്ക് റിമൂവ് ചെയ്യണം. എനിക്ക് 2025 വേണ്ട, അത് ആക്സിഡൻ്റലി ഇട്ടതാണ്. പകരം വേറൊരു നല്ലൊരു മെസ്സേജ് ഇവിടെ കൊടുക്കണം, വെൽക്കം ടു ജിൻഫോടെക് യൂട്യൂബ് ചാനൽ എന്നാക്കാം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ വരുന്നു. ഇപ്പോൾ എനിക്ക് ഈ URL വഴി നമുക്ക് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ലോഗിൻ ചെയ്ത് ആക്സസ് ചെയ്യാം. ഈ URL-നകത്ത് സൈറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മുടെ index.html കിടക്കുന്നത്. ഈ index.html ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ട കണ്ടൻറ്റ് അതുപോലെ തന്നെ കാണാം. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എഡിറ്റ് ദിസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇനി ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പ്രിവ്യൂ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഫയലിനകത്ത് 2025 എന്നുള്ളത് എനിക്ക് മാറ്റിയിട്ട് 2025 എന്നുള്ളത് മാറ്റിയിട്ട് വെൽക്കം ടു ജിൻഫോടെക് യൂട്യൂബ് ചാനൽ എന്നാക്കണം. ഓക്കെ, ഞാൻ ചേഞ്ച് ചെയ്തു. ഇവിടെ കമ്മിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കമ്മിറ്റ് ചേഞ്ചസ് അപ്ഡേറ്റ് index.html. അത് ഓട്ടോമാറ്റിക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കമ്മിറ്റ് ഡയറക്ട്ലി ടു മെയിൻ ബ്രാഞ്ചിലേക്ക് നമ്മൾ ഡയറക്റ്റ് കമ്മിറ്റ് ചെയ്തു. അതായത് ഈ ചേഞ്ചസ് ഇവിടെ വരുത്തി. ഈ ചേഞ്ചസ് ഇവിടെ ഓട്ടോമാറ്റിക് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ചേഞ്ചസ് സേവ് ആയപ്പോൾ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് പെൻഡിങ് എന്ന് പറഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ GitHub ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് index.html നമ്മളിപ്പോൾ ചെയ്ത ചേഞ്ചസ് അത് ഫയർബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചസ് സെർവറിലേക്ക് പുഷ് ചെയ്യാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതിപ്പോൾ നേരത്തെ ചേഞ്ചസ് ഓൾറെഡി 2 minutes ചേഞ്ചസ് ഗ്രീൻ ടിക്ക് വന്നതാണ്. അതുപോലെ തന്നെ ഇതും ഗ്രീൻ ടിക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചേഞ്ചസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി അതുപോലെ ഈ എഡിറ്റർ, ഇത് ബേസിക് എഡിറ്റേഴ്സാണ്. ഇവിടെ ഓൺലൈൻ തന്നെയുള്ള എഡിറ്ററാണ്, ബേസിക് എഡിറ്ററാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ github.dev എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ VS കോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത് നേരത്തെ. അത് നിങ്ങൾക്കറിയാം. ആ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് GitHub-ൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ദി എക്സ്റ്റൻഷൻ GitHub റെപ്പോസിറ്ററീസ് വാണ്ട് ടു സൈൻ ഇൻ വിത്ത് GitHub. ഓക്കെ, അലോ കൊടുക്കുക. നമ്മൾ ജിൻഫോടെക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ VS കോഡ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച VS കോഡ് തന്നെ നമ്മൾ github.dev.jinfotech വെബ്സൈറ്റ് അത് അതിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത ചേഞ്ചസ് ഇവിടെ കാണാം. നമ്മൾ വരുത്തിയ ചേഞ്ചസ് ലേറ്റസ്റ്റ് ഫയൽസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ GitHub-ൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി കാണാം. ഇതിൽ നമുക്ക് ലൈവ് സെർവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. എല്ലാ എക്സ്റ്റൻഷൻസും നമുക്ക് ഓൺലൈനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം. കാരണം നമുക്കിപ്പോൾ ലൈവ് സെർവറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബേസിക്കായിട്ട് നമുക്ക് എന്താണ് ഇൻഡെക്സ് ഫയൽ എന്നുള്ളത് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ലോക്കലി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ചേഞ്ചസ് നമ്മൾ ഇൻഫോടെക് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ചേഞ്ചസ് GitHub ആക്ഷൻസ് വഴി റൺ ചെയ്ത് വന്നോ എന്നുള്ളത് നമുക്കൊന്നുകൂടി ആ റെപ്പോസിറ്ററി പോയി നോക്കാം. ഇതാണ് നമ്മുടെ റെപ്പോസിറ്ററി. ഇതിൽ GitHub ആക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ രണ്ടും ടിക്കായി, രണ്ടും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് അവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാകണം നമ്മുടെ വെബ്സൈറ്റിൽ. നമ്മുടെ ജിൻഫോടെക് എന്ന വെബ്സൈറ്റിൽ 2025 മാറിയിട്ട് യൂട്യൂബ് ചാനൽ എന്നതായിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഹാപ്പൻ. അതായത് നമ്മൾ ചെയ്ത ചേഞ്ചസ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് അവിടെ വന്നു. ഇനി നമുക്ക് മറ്റൊരു ചേഞ്ച് കൂടി നമുക്ക് ഈ എഡിറ്റർ വഴി നമുക്ക് ചേഞ്ച് നോക്കാം, ചേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് കൂടി, താങ്ക്സ് ഫോർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഗിറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ഓർക്കണം, ഇത് മാറി, നമ്മൾ ചേഞ്ചസ് ഒക്കെ മാറി. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് GitHub Dev ആണ്. അത് ഓൺലൈനിൽ ഉള്ള എഡിറ്ററാണ്, ഓൺലൈൻ വഴിയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഈ ഒരു ഐക്കൺ ഉണ്ട്, ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്മിറ്റ് ആൻഡ് പുഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണുള്ളത്. ഡയറക്റ്റ് റെപ്പോസിറ്ററിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത ചേഞ്ചസ്, അതായത് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്ഷൻസ് ട്രിഗർ ചെയ്യേണ്ടതാണ്. അതായത് ഈ മെയിനിലേക്കാണ് നമ്മൾ ഓൾറെഡി ചേഞ്ച് index.html എന്ന് പറഞ്ഞാൽ വന്നു.
ആക്ഷൻസ്, പുതിയൊരു ആക്ഷൻസ് ഇവിടെ ട്രിഗർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പീഡപ്പായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യാം. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഗിറ്റ്ഹബ് യൂസ് ചെയ്യുന്നതും ഫ്രീ ആണ്, ഫയർബേസും ഫ്രീ ആണ്. ഇനി എന്താണ് ഇതിൻ്റെ അകത്തുള്ള കോസ്റ്റ് വരിക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് പോവാം. അതുകൂടി അതിനകത്തൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തേക്കാം. ഫയർബേസിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ആക്ച്വലി പല പ്ലാനാണ്. ഓക്കെ, ഫസ്റ്റ് പ്ലാനാണ് നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്പാർക്ക് എന്ന് പറയുന്ന പ്ലാനാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നോ കോസ്റ്റ് ആണ്. ഓക്കെ, അതിനകത്ത് കുറേ പ്രോഡക്ട്സ് ഫ്രീ ആണ്, കുറേ പ്രോഡക്ട്സ് അവൈലബിൾ അല്ല. ഓക്കെ, അതിൽ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ്, അതായത് ഹോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള 10 GB വരെയുള്ള സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ പെർ ഡേ 360 MB പെർ ഡേ ആണ് യൂസേജെങ്കിൽ. അതായത് നമ്മുടെ സാധാരണ സ്റ്റാറ്റിക് സൈറ്റിനൊക്കെ വരുന്നത് ഒരു 30 to 50 MB മാക്സിമം. ഇപ്പോൾ ഒരു index.html നോക്കിക്കഴിഞ്ഞാൽ വളരെ KB സൈസേ വരുള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത് ലിമിറ്റ്, അതായത് എന്തോരം യൂസേഴ്സ് ഉണ്ടോ, കുറേ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഈ ലിമിറ്റ് കഴിഞ്ഞു പോകും. ഈ 360 MB പെർ ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞു പോകും. പക്ഷേ അധികം യൂസേഴ്സ് ഇല്ലാത്തൊരു കമ്പനിക്കോ അല്ലെങ്കിൽ അധികം യൂസേഴ്സ് ഇല്ലാത്ത ഷോപ്പിനോ കാര്യങ്ങൾക്കോ ആണെങ്കിൽ ഈ 360 MB പെർ ഡേ എന്ന് പറയുന്നത് വളരെ കുറവ്, വളരെ വലുതായിരിക്കും. അതായത് അവരുടെ സൈറ്റിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒത്തിരി യൂസേഴ്സ് അധികം യൂസേഴ്സൊന്നും ഇല്ല, ജസ്റ്റ് ഒരു 100-150 യൂസേഴ്സൊക്കെ ഉള്ളെങ്കിൽ 150 ഇൻറ്റു ആ സൈസ്, അതിപ്പോൾ 25 MB ആണെങ്കിൽ ഒരു 100 യൂസേഴ്സിന് ഒരു ദിവസം കയറാം. ഓക്കെ, അത്രയും GB ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ മാക്സിമം സൈസ് 10 GB ആണ്. അതായത് കംപ്ലീറ്റ് സൈറ്റിൻ്റെ സൈസ് 10 GB വരെ നമുക്ക് അലോ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു കസ്റ്റം ഡൊമൈൻ ഉണ്ട്. അതായത് കസ്റ്റം ഡൊമൈൻസ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ഡൊമൈൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ SSL കിട്ടും. അതായത് SSL അല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഫയർബേസ് വഴിയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഫ്രീ SSL ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള താരിഫ് റേറ്റ് നമുക്കിവിടെ കാണാം. പെർ GBക്ക് $0.026 സ്റ്റോറേജിന്. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫറിനും $0.15 പെർ GB ഇതാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഇതിൽ അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അത് അപ്ഗ്രേഡ് ചെയ്യണതിന് മാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡീഷണൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം സ്റ്റാറ്റിക് സൈറ്റ്, ഡൈനാമിക് സൈറ്റ്, കുറേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു വീഡിയോയിൽ പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ.